ഹായ് ഫ്രണ്ട്സ്, ജനുവരി ഫസ്റ്റ് വീക്കിലെ പ്രധാനപ്പെട്ട കറണ്ട് അഫയേഴ്സ് നോക്കാം. പുതിയ കേരള ഗവർണർ ആരാണ്? ഉത്തരം രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ. ഇദ്ദേഹം കേരളത്തിൻ്റെ 23ാമത്തെ ഗവർണർ ആണ്. മുൻപത്തെ ഗവർണർ ആയിരുന്ന ആരിഫ് മുഹമ്മദ് ഖാനെ ബീഹാർ ഗവർണറായി നിയമിച്ചു. രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ മുൻപ് ബീഹാറിൻ്റെ ഗവർണറായിരുന്നു. ഇദ്ദേഹം ഗോവ മുൻ മന്ത്രിയും നിയമസഭാ മുൻ സ്പീക്കറും ആണ്. കേരളം, ബീഹാർ, ഒഡീഷ, മിസോറാം, മണിപ്പൂർ എന്നിങ്ങനെ 5 സംസ്ഥാനങ്ങൾക്കാണ് രാഷ്ട്രപതി പുതിയ ഗവർണർമാരെ നിയമിച്ചത്. 2025 ലോകത്ത് ആദ്യമായി പുതുവത്സരം ആഘോഷിക്കുന്ന രാജ്യം ഏതാണ്? ഉത്തരം കിരിബതി. ഇത് മധ്യ പസഫിക് സമുദ്രത്തിലെ 30 ദ്വീപുകൾ ചേർന്ന ഒരു ചെറിയ ദ്വീപ് രാജ്യമാണ്. ഇവിടെ സമയം ഇന്ത്യയേക്കാൾ 8.5 മണിക്കൂറും ഗ്രീൻവിച്ച് ശരാശരി സമയത്തിന് 14 മണിക്കൂറും മുൻപിലായിരിക്കും. ഭിന്നശേഷിക്കാർക്ക് പനയുൽപ്പന്നങ്ങളുടെ വ്യാപാരത്തിനു വേണ്ടിയുള്ള പുതിയ പദ്ധതിയുടെ പേരെന്താണ്? ഉത്തരം ഇടം പോയിന്റുകൾ. ഈ പദ്ധതി ഇനീഷ്യേറ്റീവ് ഓഫ് ഡിഫറൻ്റ്ലി ഏബിൾഡ് മൂവ്മെൻറ്റ് എന്ന പേരിൽ ആണ് നടപ്പിലാക്കുന്നത്. പനയുൽപ്പന്ന വിപണന കേന്ദ്രങ്ങൾ സംസ്ഥാന വ്യാപകമായി ആരംഭിക്കാനാണ് ഉദ്ദേശിക്കുന്നത്. ഇന്ത്യയിലെ ആദ്യത്തെ ഗ്ലാസ് പാലം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ഉത്തരം കന്യാകുമാരി. വിവേകാനന്ദ പാറ സ്മാരകത്തെയും തിരുവള്ളുവർ പ്രതിമയെയും ബന്ധിപ്പിക്കുന്ന 77 മീറ്റർ നീളവും 10 മീറ്റർ വീതിയുമുള്ള ഗ്ലാസ് പാലമാണ് ഇത്. ഉദ്ഘാടനം നടത്തിയത് തമിഴ്നാട് മുഖ്യമന്ത്രി MK സ്റ്റാലിനാണ്. 2025 63ാമത് കേരള സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൻ്റെ പ്രധാന വേദി എവിടെയാണ്? ഉത്തരം MT നീള, തിരുവനന്തപുരം. ഈ വർഷം കലോത്സവത്തിൽ ആദ്യമായി ഗോത്ര നൃത്ത വിഭാഗങ്ങൾ കൂടി ഉൾപ്പെടുത്തിയിട്ടുണ്ട്. മംഗലം കളി, ഇരുള നൃത്തം, പണിയ നൃത്തം, മലപുലയ ആട്ടം, പളിയ നൃത്തം എന്നിവയാണ് അവ. 2025 ഹരിവരാസനം പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? ഉത്തരം കൈതപ്പുറം ദാമോദരൻ നമ്പൂതിരി. 1 ലക്ഷം രൂപയും പ്രശസ്തി പത്രവുമാണ് പുരസ്കാരം. ഈ പുരസ്കാരം മുൻ വർഷങ്ങളിൽ ലഭിച്ചവർ: 2022 ആലപ്പി രംഗനാഥ്, 2023 ശ്രീകുമാരൻ തമ്പി, 2024 PK വീരമണിദാസൻ. ISROയുടെ 100ാമത് റോക്കറ്റ് വിക്ഷേപണത്തിൻ്റെ പേരെന്താണ്? ഉത്തരം GSLV F-15. ഇത് ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ സ്പേസ് സെൻറ്ററിൽ നിന്നാണ് വിക്ഷേപണം നടത്തിയത്. NVS-2 നാവിഗേഷൻ ഉപഗ്രഹമാണ് ബഹിരാകാശത്തേക്ക് അയച്ചത്. 1979 ശ്രീഹരിക്കോട്ടയിൽ നിന്നുള്ള ആദ്യ ഉപഗ്രഹ വിക്ഷേപണം ആരംഭിച്ചത്. ISROയുടെ പുതിയ ചെയർമാനായി ഡോക്ടർ V നാരായണൻ ചുമതലയേറ്റു. അദ്ദേഹം ചുമതലയേറ്റതിനു ശേഷമുള്ള ആദ്യ വിക്ഷേപണം ആണിത്. രാജ്യത്ത് ആഭ്യന്തര വിമാനങ്ങളിൽ വൈഫൈ കണക്ടിവിറ്റി നൽകുന്ന ആദ്യത്തെ വിമാന കമ്പനി ഏതാണ്? ഉത്തരം എയർ ഇന്ത്യ. ഇതിൻ്റെ സേവനം ആരംഭിച്ചത് 2025 ജനുവരി 1 മുതൽ. കേരളത്തിൽ ആദ്യമായി എവിടെയാണ് സ്കിൻ ബാങ്ക് ആരംഭിക്കുക? ഉത്തരം തിരുവനന്തപുരം മെഡിക്കൽ കോളേജ്. ശരീരത്തിലെ ഏറ്റവും വലിയ അവയവമായ ത്വക്ക് ശേഖരിച്ച് പ്രിസർവ് ചെയ്ത് ആവശ്യമായ രോഗികൾക്ക് നൂതന സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ വെച്ചുപിടിപ്പിക്കുകയാണ് സ്കിൻ ബാങ്കിങ്ങിലൂടെ ചെയ്യുന്നത്. കേരള നിയമസഭയുടെ 2025 സാഹിത്യ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? ഉത്തരം M. മുകുന്ദൻ. കേരള നിയമസഭയുടെ അന്താരാഷ്ട്ര പുസ്തകോത്സവത്തിൻ്റെ ഭാഗമായി 1 ലക്ഷം രൂപയുടെ പുരസ്കാരമാണ് നൽകുന്നത്. 2025 സന്തോഷ് ട്രോഫി വിജയികൾ ആരാണ്? ഉത്തരം പശ്ചിമ ബംഗാൾ. കേരളത്തെ 1-0 എന്ന സ്കോറിന് പരാജയപ്പെടുത്തിയാണ് പശ്ചിമ ബംഗാൾ ഈ കിരീടം സ്വന്തമാക്കിയത്. ഇത് ബംഗാളിൻ്റെ 33ാമത്തെ കിരീടമാണ്. ഏറ്റവും കൂടുതൽ സന്തോഷ് ട്രോഫി നേടിയതും പശ്ചിമ ബംഗാളാണ്. 2025 ഓസ്കാർ പ്രാഥമിക റൗണ്ടിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട മലയാള ചിത്രം ഏത്? ഉത്തരം ആടുജീവിതം. പൃഥ്വിരാജ് നായകനായി ബ്ലെസ്സി സംവിധാനം ചെയ്ത ചിത്രമാണിത്. വിദേശത്തെ കേസന്വേഷണത്തിനായി കേന്ദ്ര സർക്കാർ ആരംഭിച്ച പോർട്ടലിൻ്റെ പേരെന്താണ്? ഉത്തരം ഭാരത് പോൾ. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷാ ഉദ്ഘാടനം നിർവഹിച്ചു. ലോക ബ്ലിറ്റ്സ് ചെസ് ചാമ്പ്യൻഷിപ്പിൻ്റെ വനിതാ വിഭാഗത്തിൽ വെങ്കല മെഡൽ നേടിയ ഇന്ത്യൻ ഗ്രാൻഡ് മാസ്റ്റർ ആര്? ഉത്തരം R. വൈശാലി. ഗ്രാൻഡ് മാസ്റ്റർ പദവിയിലെത്തുന്ന 3ാമത്തെ ഇന്ത്യൻ വനിതയാണ് വൈശാലി രമേശ് ബാബു. കൊനേരു ഹംപിയും ഹരിക ദ്രോണവല്ലിയുമാണ് ഗ്രാൻഡ് മാസ്റ്റർ പദവി നേടിയ മറ്റു വനിതകൾ.
ഗ്രാൻഡ് മാസ്റ്റർ പദവിയിലെത്തുന്ന ആദ്യ സഹോദരനും സഹോദരിയും പ്രജ്ഞാനന്ദയും ആർ വൈശാലിയുമാണ്. രാജ്യത്തെ വിദ്യാർത്ഥികൾക്ക് പ്രധാന ഗവേഷണ ലേഖനങ്ങൾ ലഭിക്കുന്നതിനായി കേന്ദ്രം ആരംഭിച്ച പദ്ധതി. ഉത്തരം: ഒരു രാജ്യം ഒരു സബ്സ്ക്രിപ്ഷൻ. ഈ പദ്ധതിക്ക് 2024 നവംബറിൽ കേന്ദ്ര മന്ത്രിസഭ അംഗീകാരം നൽകിയിരുന്നു. UGCയിലെ ഇൻഫർമേഷൻ ആൻഡ് ലൈബ്രറി നെറ്റ്വർക്കാണ് ഇത് ഏകോപിപ്പിക്കുന്നത്. ഓരോ ആഴ്ചയിലെ പ്രധാനപ്പെട്ട കറണ്ട് അഫയേഴ്സ് ലഭിക്കുന്നതിനും PSCയിലെ പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ ലഭിക്കുന്നതിനും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. താങ്ക്സ് ഫോർ വാച്ചിങ്.